വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സ്നേഹപൂർവ്വം ചുംബിച്ച് സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ക്ഷമയുടേതുമായ മാതൃക കാണിച്ചു തന്നു. കർത്താവേ, അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ പലപ്പോഴും ഞങ്ങളും മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുകയും മനസ്സിൽ അവരോട് വെറുപ്പ് വെച്ച് പുലർത്തുകയുമൊക്കെ ചെയ്യുന്നവരാണ്. ഈ പെസഹ തിരുനാൾ അങ്ങയോടൊത്ത് ആഘോഷിക്കുവാൻ നിർമ്മലവും പരിശുദ്ധവുമായൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ വേദനിപ്പിച്ചവരെയും ഞങ്ങളോട് അതിക്രമങ്ങൾ കാട്ടിയവരോടും ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ ശക്തിയും കരുത്തും പ്രദാനം ചെയ്യണമേ. അനുരഞ്ജിതമായൊരു ഹൃദയം ഞങ്ങളിലെല്ലാവരിലും രൂപപ്പെടുത്തി അങ്ങയുടെ മനസ്സിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ.
ശിഷ്യന്മാരുടെ കൂടെ പെസഹ ആചരിക്കുവാൻ ആഗ്രഹിച്ച യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നെ തള്ളിപ്പറയും. യൂദാസ്, യേശുവിൻ്റെ ശിഷ്യൻ, അവിടുത്തെ ഒറ്റിക്കൊടുത്ത രാത്രി. യേശുവിൻ്റെ വത്സല ശിഷ്യൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ രാത്രി. യേശുവേ, അങ്ങയെ ഒറ്റിക്കൊടുത്തിട്ടും തള്ളിപ്പറഞ്ഞിട്ടും സ്നേഹാർദ്രതയോടെ അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുവല്ലോ. അങ്ങയുടെ അനന്തമായ സ്നേഹവും അഗാധമായ ക്ഷമയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടെ സ്നേഹിക്കുവാനും അവരുടെ ഇല്ലായ്മയിൽ അവരെ ചങ്കോട് ചേർത്ത് പിടിക്കുവാനും ഞങ്ങൾക്ക് ശക്തിയും കരുത്തും പ്രദാനം ചെയ്യണമേ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയിലുള്ള വിശ്വാസം പ്രഘോഷിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ.
വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 41-42 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. അവൻ ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. സ്വർഗപിതാവിൻ്റെ പ്രിയപുത്രനായ യേശുവേ, ജീവിതത്തിൽ ഉടനീളം പിതാവിൻ്റെ ഇംഗിതത്തിന് മാത്രമല്ലേ അങ്ങ് വഴങ്ങിയിട്ടുള്ളൂ. പിതാവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച അങ്ങയെപ്പോലെ ഈ ലോക ജീവിതത്തിൽ സ്വർഗം ലക്ഷ്യമാക്കുവാനും പിതാവിൻ്റെ ഹിതമറിഞ്ഞ് ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. സഹിയോൻ ഊട്ടുശാലയിൽ അങ്ങ് സ്നേഹിച്ച ശിഷ്യരോട് പറഞ്ഞല്ലോ, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നിത്യമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ അങ്ങയുടെ ശരീരരക്തങ്ങൾ തന്ന് ഞങ്ങളെ സന്തുഷ്ടരാക്കുവാൻ, ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ അങ്ങ് കാണിച്ച ഈ വലിയ സ്നേഹത്തെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അപേക്ഷകളും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ മാത്രമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലും പീഡനങ്ങളിലും സാമ്പത്തിക ക്ലേശങ്ങളിലും പിതാവേ, അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആശകളും ഞങ്ങളുടെ തീരുമാനങ്ങളും ഞങ്ങളുടെ ഇഷ്ടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിനീതമായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ, എന്നിൽ നിറവേറട്ടെ എന്ന്.
ശിഷ്യരോടായി അരുൾ ചെയ്തില്ലേ, തന്റെ രക്തവും മാംസവും ഭക്ഷിപ്പോരെന്നും ജീവിക്കുന്നു. ഓ എന്റെ യേശുവേ, ഓ സ്നേഹിതനേ, നിൻ നാമം ഞങ്ങളെന്നും സ്തുതിച്ചിടുന്നു. ഓ എന്റെ യേശുവേ, ഓ സ്നേഹിതനേ, നിൻ നാമം ഞങ്ങളെന്നും സ്തുതിച്ചിടുന്നു. പെസഹായുടെ ഓർമ്മയിൽ ദുഃഖപൂരിതമാം രാത്രിയിൽ ഗെത്സമൻ തോട്ടത്തിൽ നാഥൻ ചോരപ്പൊടിയും വിയർപ്പു കണങ്ങളുമായി, ഗെത്സമൻ തോട്ടത്തിൽ നാഥൻ ചോരപ്പൊടിയും വിയർപ്പു കണങ്ങളുമായി, തന്റെ രക്തവും മാംസവും ദേഹവും ആത്മാവും നൽകിടും നിരാ. ഓ എന്റെ യേശുവേ, ഓ സ്നേഹിതനേ, നിൻ നാമം ഞങ്ങളെന്നും സ്തുതിച്ചിടുന്നു. ഓ എന്റെ യേശുവേ, ഓ സ്നേഹിതനേ, നിൻ നാമം ഞങ്ങളെന്നും സ്തുതിച്ചിടുന്നു. പെസഹായുടെ ഓർമ്മയിൽ ദുഃഖപൂരിതമാം രാത്രിയിൽ നീറുന്ന മനമുയർത്തി നാഥൻ തൻ പിതാവിനോടിതാ യാചിക്കുന്നു. പിതാവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ മാറ്റേണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൽ എമാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു. തൻ്റെ ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ നിരാശയിലും സങ്കടത്തിലും യാത്രയാകുന്ന ശിഷ്യന്മാർ. പക്ഷേ കർത്താവ് അവരോടൊത്ത് യാത്ര ചെയ്തത് അവർ അറിഞ്ഞില്ല. തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ച് തന്നപ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടായി എന്ന്. ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിക്കുന്നു, ഞങ്ങളുടെ കൂടെ താമസിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ പലപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാനായി സാധിക്കുന്നില്ല. ഞങ്ങൾ ഏറ്റെടുക്കുന്ന രോഗപീഠകളിലും സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നും
അങ്ങയുടെ പരിശുദ്ധമായ വചസ്സുകൾ ഞങ്ങൾക്ക് ശക്തിയും ബലവുമാണെന്ന് തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഉൾക്കാഴ്ച തരണമേ. ശിഷ്യന്മാരെ പോലെ ഞങ്ങളും അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളിലും പ്രാർത്ഥനയിലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും യേശുവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപതൻ കൈകളിൽ അപ്പം എടുത്തവൻ ചൊല്ലി ചൊല്ലി മുറിയാം ഞാൻ നിങ്ങൾക്കായി, ചൊരിയാം ചോര നിങ്ങൾക്കായി, ഇതു ജീവന്റെ ദാനം. ദൈവികമാണീ രഹസ്യം. കൃപതൻ കൈകളിൽ അപ്പം എടുത്തവൻ ചൊല്ലി ചൊല്ലി മുറിയാം ഞാൻ നിങ്ങൾക്കായി, ചൊരിയാം ചോര നിങ്ങൾക്കായി, ഇതു ജീവന്റെ ദാനം. ദൈവികമാണീ രഹസ്യം. മാനസം നീറുന്ന നേരം മാനേന വിസ്കോം ദോമിനേ, ജീവിതമിരുളിൽ താഴുമ്പോൾ നാഥാ, കൂടെ വസിച്ചാലുമങ്ങ്. മാനേന വിസ്കോം ദോമിനേ. എമ്മാവൂസിന്റെ വഴിയിൽ നിന്നെ മറക്കുന്ന നേരം, സഹയാത്ര ചെയ്തങ്ങ് വന്നു, കൂടെ വസിക്കുന്നുവല്ലോ. എമ്മാവൂസിന്റെ വഴിയിൽ നിന്നെ മറക്കുന്ന നേരം, സഹയാത്ര ചെയ്തങ്ങ് വന്നു, കൂടെ വസിക്കുന്നുവല്ലോ. മിഴികൾ തുറക്കുന്നുവല്ലോ. മാനസം നീറുന്ന നേരം മാനേന വിസ്കോം ദോമിനേ, ജീവിതമിരുളിൽ താഴുമ്പോൾ നാഥാ, കൂടെ വസിച്ചാലുമങ്ങ്. മാനേന വിസ്കോം ദോമിനേ. മിശിഹായിതെല്ലാം സഹിച്ച് മഹിമാവ് പോകേണ്ടതല്ലേ, മകനേ ഈ ദിവ്യവചനം
മനസ്സിൽ കുറിക്കേണമെന്നും. മിശിഹായിതെല്ലാം സഹിച്ച് മഹിമാവ് പോകേണ്ടതല്ലേ. മകനേ, ദിവ്യവചനം മനസ്സിൽ കുറിക്കേണമെന്നും. ദൈവീകമാണീ രഹസ്യം.